എവിടെയില്ല ഇന്ന് നമ്മളെപ്പോഴും വരുന്ന സ്ഥലത്താണ്. സ്ഥലം ഗസ് ഇത് നമ്മള് എപ്പോഴും വരുന്ന സ്ഥലമാണ്. സ്ഥലം ഗസ് ചെയ്യണം. എവിടെയാണ്? കൊറേ നാളുകൾക്ക് ശേഷം ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ? കൊറേ നാളുകൾക്ക് ശേഷം. ചൊറിയെന്താ ഇപ്പൊ ഇവിടെല്ലാം ഉണങ്ങിയ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ എല്ലാം പുല്ല് പച്ചപ്പുല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വെള്ളം ഈ വെള്ളം പറ്റിയിട്ടേ ഇല്ല. ഇപ്പൊ നമ്മള് മണിക്കൂട്ടന്റെ ഒരു ഡാൻസ് പിടിക്കാൻ വേണ്ടിട്ട് ഇടത്തേക്ക് വന്നതാണ്. ക്ഷീണിച്ച് ശരിക്കും ക്ഷീണിച്ചു. അപ്പൊ എല്ലാരും ഈ ബേറ്റ് കാണുമ്പോ തന്നെ മനസ്സിലാവും ഏതാണ് ഡാൻസ്. ഗസ് ദ ഡാൻസ്. അങ്ങനെയാ ഇതോടെ എല്ലാരും മേക്ക് പൂലിലെടുത്ത് ഇട ചെയ്യുന്നിട്ടാ. ചൊറിച്ചിൽ വരും. ഇന്ന് രണ്ടാളും കിടന്നുറങ്ങാൻ പറ്റൂല. മേതൂട്ടിക്ക് പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് ഇന്ന് ലീവാ ഉണ്ടായിന് മേതൂനും മണിക്കൂട്ടിനും. അതുകൊണ്ട് തന്നെ നമ്മള് വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഒന്ന് ഇറങ്ങി. ഇന്ന് ലീവാ, നാളെ മുതൽ സ്കൂൾ പോകണം. ഇന്നലെ പ്രോഗ്രാം ആയതുകൊണ്ട് ഇത് സ്കൂളിനെ അവർക്ക് ലീവ് കൊടുത്തു. അന്നു കളിക്കുന്നു. അത് മണിക്കൂട്ടൻ ഇപ്പം കളിച്ച ഡാൻസ് ആണ്. മണിക്കൂട്ടൻ എന്നാ ചെയ്യുന്നത് അപ്പാടെ ഓക്ക് ചെയ്യണം. അതെ. അത് കളിക്കണേ. ഇങ്ങനെ ഇരിക്കും. ഇന്ന് നമ്മൾ കുന്നിന്റെ മുകളിൽ നമ്മള് ഇന്ന് ഒരു പാറ കയറാൻ പോവാണ് ഗൈസ്. അതെ, ഈ പാറ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇതുവരെ നമ്മൾ പോയിട്ടില്ല. നമുക്ക് പല വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെ നമ്മൾ മല കയറാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടുകാരനാണ് മറ്റേ ചിത്ര. അതെ, നമ്മളെ ഇത്ര എപ്പോഴും യാത്രയല്ലേ. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര മനോഹരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. ചിത്രം തന്നെ പറയണം. അതെ, ചിത്രം പറഞ്ഞു വരും. നമുക്ക് ഏതായാലും കേറിയോ? മല കയറുവാണ്. വേണ്ടേട്ടാ വാ. അന്ന് നീ ഇവിടെ ഇരുന്നോ? പ്രിയ, ഇവര് മല കയറാൻ പോകുമ്പോ ഇവന് ഇവിടെ ഇരുന്നാ മതിയില്ലെന്ന്. എന്നാ നീ ഇവിടെ ഇരുന്നോ. ഒരാളെ പാവാടയെല്ലാം നമ്മള് ഇതുവരെ കയറി. ഈ സന്ധ്യ ആയിട്ടാ, സമയം 5:30 കഴിഞ്ഞു. ഇപ്പൊ 4 മണിക്കെല്ലാം നല്ല വെയിലായിരുന്നു. അപ്പൊ നമ്മള് ആ വെയിൽ നോക്കി നമ്മള് 2 മണിക്കൂറിന്റെ ഡാൻസ് പിടിച്ചു. അതെ, മല കയറിക്കോ. നടുവിന് കൈയെല്ലാം വെച്ചിട്ട് കേറിക്കോ. വില്ല മലയൊന്നല്ല കേട്ടാ, ചെറിയൊരു കുന്നേയില്ലു. പക്ഷെ ഇതുവരെ നമ്മൾ ഇത്രയും കാലം വന്നിട്ട് ഇങ്ങോട്ടേക്ക് കേറിയിട്ടുണ്ടായില്ല. അപ്പൊ നമുക്കൊരാഗ്രഹം. അതാ അവിടെ സൺസെറ്റ് കാണാൻ പറ്റൂട്ടാ. അങ്ങോട്ടേക്ക് പോവാണ്, സൺസെറ്റ് കാണാൻ പറ്റൂട്ടാ. അതെ, തോന്നുന്നു. ഇനി ആടെ എത്തിയാലേ ബാക്കി കാര്യങ്ങൾ അറിയില്ലോ. അമ്പം കുത്തുന്നുണ്ട് കേട്ടാ. അമ്പനാ ഇതല്ലേ മറ്റേ ഈ പുല്ലെന്തോ ആക്കിട്ട്. അതെ, കുത്തി കുത്തി തറിക്കുന്നു. മണിക്കൂട്ട അടിപൊളി സൺസെറ്റ് അല്ലേ? കാണാൻ പറ്റുമോന്നില്ലത് അറിയില്ല. മുകളിൽ കയറിയാലേ കാണാൻ പറ്റും. മണി ഈ സൈഡിൽ കൂടെ പോണി. മണി വാ. ഏത് വാ. പ്രിയ, ഇതിലെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടാ. താഴേക്കും നോക്കണമെന്ന്. വെറും നേരെ നോക്കി കിടന്നിട്ട് പണി കിട്ടും. എന്തോ സീക്രട്ട് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അതെയാ, മേതൂട്ടി ആരോ കണ്ടു കേട്ടോ. മേതൂട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന LKG സ്കൂള് നിന്റെ ക്ലാസ്സിലല്ല, സ്കൂളില്. UK നാണക്കേടാ മേതൂട്ടി. നമുക്ക് സൺസെറ്റ് കാണാൻ പോവാം. നമുക്ക് സൺസെറ്റ് കാണാൻ പോവാം. ഇതൊന്നും ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റൂല കേട്ടാ. കടലൊന്നല്ലല്ലോ ഫുള്ള് കാണാൻ. അതങ്ങോട്ട് താണു കഴിഞ്ഞ പിന്നെ ഇത്ര പേരെ ഇല്ലൂ കേട്ടാ. ഇനി ഇറക്കാം. ഇനിയിപ്പോ നമ്മളെ വണ്ടി ഇതാ അങ്ങ വെച്ചിട്ടില്ല കേട്ടാ. എടുന്നു അതെ, അതിന്റെ ഇടക്കേ കൂടെ ഇപ്പൊ കാണുന്നില്ല. അത് കുറച്ച് ദൂരെ വെച്ചിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. ഇവിടുന്ന് മൊത്തമായിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു മൊട്ടൊക്കെ വന്നിട്ട് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇങ്ങനെ. ഉണങ്ങിയ പുല്ലും ആയതുകൊണ്ട്. അതെ,
അതാ കണ്ട അവൻ ബാറ്റ് എടുത്ത് എറിഞ്ഞു. ബാറ്റ് ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മള് സുവീന്റെ അടുത്ത് പോയിട്ട് കിച്ചുവിന്റെ ബാറ്റ് കൊടുത്തിട്ട് ബാറ്റായിരുന്നു അത്. കിച്ചുവിന്റെ ബാറ്റ് നമുക്ക് ആദ്യം ബാറ്റിന് വേണ്ടി റെഡിയല്ല അന്വേഷിച്ചു. ആദ്യം ക്ലബ്ബ് പോയല്ലേ, അത് തുറന്നു നോക്കുമ്പോഴത്തേക്കില്ല. ക്ലബിലേക്ക് പോയി. ഈ ക്ലബിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തുറന്നിട്ട് നോക്കിയില്ലല്ലേ, ഉണ്ടായിട്ടില്ല. നമ്മള് തുറന്നു നോക്കി, പക്ഷെ മേത് പാമ്പുണ്ടോ? ഇങ്ങോട്ടോ പുല്ലിന്റെ ഇടക്കൊന്നും കൂടണ്ടേ. ഇങ്ങോട്ട് വാ. ഇവിടെ തുടങ്ങി ഇവരെന്തെല്ലോ ആക്കാൻ തുടങ്ങി. പുല്ല് പറിച്ചിട്ടും ഉണങ്ങിയത്. എടാ മേത്താക്കലടാ തറക്കുന്നുണ്ടെടാ. അതന്നെ കിട്ടണം. നിന്നോട് അതന്നല്ലേ മേതോട്ടി ഇത്രയും പറഞ്ഞല്ലേ. അതന്നെ പറഞ്ഞ പുല്ലെടുത്ത ചൊറിയുന്നുണ്ട്. മേതോട്ടിക്കും ചൊറിച്ചിൽ തുടങ്ങി ഗൈസ്. പക്ഷെ ഇടുന്നില്ലേ അല്ല മറ്റേ ഇത് നോക്കിയ പ്രിയ, ഏത് നമ്മുടെ തടാകം. കുറച്ചേരം ഇവിടെ ഇരിക്കാം. ഡാൻസ് കളിച്ചെല്ലാം മണിക്കൂട്ടനാ. അതെ ക്ഷീണായത് നോക്കറാ. മണിക്കൂട്ടന ഒരു ചെറിയൊരു സ്റ്റെപ്പ് കാണിച്ചു തരാൻ പോയെന്ന്. അത് കാണാം. ഒന്നുകൂടി അടിപൊളിയാന്നല്ലടാ. എടുത്തു. അത് ചലഞ്ചാ. നീ ഇനി മെതുട്ടി നീ ഓൻ കടിക്കുന്ന പോലെ കളിച്ചു കഴിഞ്ഞിട്ട് മൂക്കും കുത്തി വീഴണ്ടാ. മെതുട്ടി നീ ഒന്നാമത് നീ അതാ ഇട്ടിട്ടുണ്ടായിരുന്നത് ദാമണി എന്നത് പറയാ, പാവാടിയും ബ്ലൗസാന്ന്. നീ അതിന്റെ മുകളിൽ കാലുപിടിങ്ങി താഴേക്ക് വേണ്ട. ഇത് ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചവരെ കാര്യം കണക്കന്നെ. ഇവനെ ഇടുന്നല്ലോ നോക്കി പഠിച്ചതാന്ന്. അടിപൊളി. ഈ കാലി ഇങ്ങനെ തുള്ളുമ്പോ ഇതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. ചിലർ ഇങ്ങനെ തുള്ളുമ്പോ ഇത് ബാക്കോട്ട് ഇരിക്കും. ഈ സാധനം അനങ്ങാൻ പാടില്ല, ഇപ്പുറത്തെ കാല് വേണം. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. മണി തലേ അല്ലെങ്കിലേ ഞാനൊരു ഓളത്തിന് ഇങ്ങനെ ആക്കാൻ പോയതാണ്. ഇങ്ങനെ തലയിൽ പിടിച്ചിട്ട് അപ്പുറത്തേക്ക് തുള്ളലില്ല. അത് ഓളെ തല പാറക്കെട്ടി എന്നിട്ട് നല്ല തുള്ളലാവും. നല്ല തുള്ളലാവും. ഇതൂട്ടി. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. ഏത് ചായയും കടിയെല്ലാം കൊണ്ടുവരുന്നായിരുന്നു. നമ്മള് ചായയും കടിയും നമ്മൾ അതൊന്നും കൊണ്ടുവന്നില്ല കേട്ടാ. നമ്മള് ആകെ കൊണ്ടുവന്നത് ഒരു വടിയും പഴംപൊരി. അത് മേതൂട്ടി നമ്മള് വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മേതൂട്ടി അവിടെ ഉറക്കാം, നല്ല വണ്ടിയിൽ ഉറക്കാണ്ടായി. അപ്പൊ അതിനാണ് മാത്രം വാങ്ങി. മേതൂട്ടി അതുകൊണ്ട് വടിയും ഇതെല്ലാം കഴിച്ചു. പോകുമ്പോ സൺസെറ്റിന്റെ അത് കുറച്ചും കൂടി താണു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അതിനെ അതെ അതിന് ഉത്തരവില്ല. ക്ഷീണം പിടിച്ചിട്ട് അതിന് ഉത്തരവില്ലാത്ത ചില ചോദ്യങ്ങളാണ്. മല നോക്കണം. മല ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങ് ഇത് ഇവിടെ എത്തിയിട്ടാ പ്രിയ. തലവെല്ലാം കഴിഞ്ഞു. അങ്ങ് നമ്മുടെ തലവെല്ലാം കഴിഞ്ഞ് അങ്ങ് ചിലപ്പോൾ തെറ്റായിരിക്കാം. തലവെല്ല ആ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്, ആ സൈഡിലേക്കാണ് വരുന്നത്. പെരുമ്പടവ് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാണുന്ന മല ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്കാണ് വരുക. നീ പറയണ്ട, മണിക്കൂട്ടം പറയണ്ട പ്ലീസ്, ദയവേത് പറയരുത്. ആടെ ഇപ്പം വേറെ സ്ഥലമായി. ഇപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ ഒരു ഏരിയയിൽ മലയിലേക്ക് മറ്റേ ഇവിടത്തേക്ക് പോകണമെന്നാ പറഞ്ഞത്. പൈതൽമല. പൈതൽമല ഒന്ന്, പിന്നെ ചൂരൽമല പോയിട്ടില്ല നമ്മള്. പാലക്കയം തട്ട് ഇതൊന്നും നമ്മള് പോവാത്ത സ്ഥലമാട്ടാ. റിസോർട്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീനാട്ടം പോയി, ഞാൻ പോയില്ല. മണിക്കൂട്ടവനും പോയി. ഞാൻ വന്നിട്ടാ പാലക്കയം. അമ്മുവാമിയിലൂടെ പോയ മണിക്കൂട്ടം വന്നത്. അപ്പൊ ഞാൻ ആ റിസോർട്ടിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വിവിൻ കല്യാണം കഴിഞ്ഞ് വെക്കേഷൻ വന്ന ഓവി ഉണ്ടായിനി. അതെ അതെ. അപ്പോ ആ സമയത്ത് ഓൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിനി റിസോർട്ടിൽ അവിടെ നിൽക്കാൻ വേണ്ടിട്ട്. ഒരു ദിവസം നല്ല നല്ല കോടയിലെ സമയമാണേ. ആ സമയത്ത് മണിക്കൂട്ടിനും കൂട്ടിയിട്ടാ വന്നിനി. അതെ അടിപൊളി വ്യൂ ആട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ഡിസംബർ മാസം അടിപൊളിയാണ്. പാലക്കയത്തിലേക്ക് കാണേണ്ട ഇതാണ്. നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം ഒരു ദിവസം അല്ലേ. നമ്മൾ പോണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒന്ന് എന്തെല്ലോ സാഹചര്യം കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്ലാൻ ഇടുക, പക്ഷെ ഇവരെ സ്കൂളും ഇതെല്ലാം കൂടി ആകുമ്പോ നമ്മൾ പോവില്ല. എന്താ ഇവളെന്തോ പാട്ട് പാടാ? പാട്ട് പാടിക്കോ. എനിക്ക് ഈ ഇങ്ങനെ പറയിലിരിക്കുമ്പോ പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഒരു മഹാവിരുദ്ധം വന്നല്ല ചെയ്തു വാണ്ടുന്നില്ല
അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃതത്താടി മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താകൃതത്താടി അങ്ങനെയല്ല അമ്പാടിയിൽ നീ വളർന്നില്ലേ വിരുദ്ധൻ യോഗ്യനായില്ലേ എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും തൊഴിലേതാതകത്താടി വെണ്ണ കക്കലും ചേല കക്കലും തൊഴിലേ താകൃതത്താടി ആ കൃഷ്ണ നീ എവിടെ നീ ഒരു സൂത്രം ഇത് എവിടുന്ന പഠിച്ചു മണിക്കുട്ടി ഈ പാട്ടെല്ലാം നിനക്കേറെ കോപം വന്നില്ലേ അമ്മാവനെ നീ വധിച്ചില്ലേ എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ കഴിഞ്ഞല്ലേ അടിപൊളി പാട്ടെ ഒരു കയ്യടി കൊടുക്കണം എന്റെ കൈമേൽ മൈക്കും മണിയോടിൽ എന്തൊരു ചോദ്യം വരുന്നുണ്ട് മുത്തപ്പ പൊന്നു എന്തിനാ വേദന സഹിക്കണം മുട്ടത്തൈലം വാങ്ങിച്ച ചോളി വേഗം വേദനകൾ മാറും കേട്ടോളി കാലുമുട്ടു വേദന സഹിക്കും നമ്മൾ യാതന കാലുമുട്ട് വേദന സഹിക്കും ഇവരെല്ലാം മൊബൈല് നോക്കിയിട്ട് ആട് നിർന്നല്ലോ ഓരോരോ കഷ്ണം പഠിക്കും ആദ്യം ഇവനൊരു മറ്റേ ഇത് എന്നാന്ന് റാപ്പോ എന്നാന്ന് പറയുന്ന റാപ്പ് സോങ് എല്ലാം അടിപൊളിയായിട്ട് മണിക്കൂട്ടൻ ബൈഹാർട്ടാക്കി വെക്കുന്ന സംഭവം ഇപ്പം അതിൽ പോലില്ല അല്ലേ അത് മറ്റേ ഇവൻ ആരെയാന്ന് ഡാപ്സിന്റെ ഇപ്പൊ ഇറങ്ങലില്ലേ അതുപോലത്തെ സോങ് ഇല്ല അല്ലേ ഡാപ്സി ഒരു സമയം നല്ല തരംഗായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് മണിക്കൂട്ടന് റാപ്പ് സോങ് ഒന്നും ഇല്ല കേട്ടോ ഇപ്പം അവരെല്ലാം തിരിച്ചു വരണമെന്നാ നീ പറയുന്നത് തിരിച്ചു വരണമെന്നാ പറയുന്നത് വന്നോട്ടെ അപ്പൊ എന്നാലും എനിക്ക് പാട്ട് ഉണ്ടല്ലേ ഓക്കെ മൈ ഫാനാ നീ ബേഡന്റെ ഫാൻ എന്നാ മൈ ഫാൻ ഈസ് അല്ല ഐ ആം ബേഡൻ ഫാൻ മൈ ഫാൻ അങ്ങനെ എന്തല്ലോ വന്നു അതിൽ തെച്ച് തിരുത്തി തരണ്ടേ ഐ ആം മിസ് ബേഡൻ ഐ ആം മിസ് ബേഡൻ ചൈനീസ് ഇംഗ്ലീഷ് സമീപി ഇരുട്ടിയല്ലേ ഇരുട്ടി നല്ല ഇരുട്ടായി അപ്പൊ നമ്മൾ പോന്ന രംഗാന്ന് നിങ്ങൾ കാണുന്നത് മേതുട്ടി നടക്കൂല ചാടി ഓടി കേറിയ കുഞ്ഞാന്നേ ഇപ്പൊ നോക്കിയേ തലയിലെത്തി മേതുട്ടിക്ക് ഈ ഉത്സവം കാണാൻ പോകുമ്പം അതുപോലെ എന്തെങ്കിലും കാഴ്ച കാണാൻ പോകുമ്പം അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പോകൂലേ മേതുട്ടിനെ ഇത് ഞാൻ പണ്ട് ഒരിക്കൽ ഒരു പ്രാവശ്യം നീ ഇതിൽ കൂടെ പോകുന്നത് ഞാൻ നോക്കുന്നുണ്ട് അതെയാ നീ അതിൽ കൂടെ ശ്രദ്ധിക്കണേ അപ്പൊ അതിൽ കൂടെ അങ്ങനെയെല്ലാം പോകുമ്പം പിന്നെ ഇവളെ ഇതുപോലെ ചങ്കമ്മൽ എന്ന് കഴുത്തുമ്മൽ കയറ്റണം കഴുത്തിലെന്ന് ചുമൽമേൽ കയറ്റണം സോറി ആനപ്പുറത്ത് കയറിയ പോലെ ആയി വെക്ക് ഇത് അല്ല മേതുട്ടി എന്നതാ ഇത് കാഴ്ച കാണാൻ പോകുമ്പോ ഇങ്ങനെ പറയില്ലേ എന്താ സന്തോഷവും എത്ര സമയം ഇതിന്റെ മുള്ളേന്റെ കയറിയിരിക്കും ഒക്കെ നീയുടെ ഓടിപ്പോ നമ്മളും വരുന്നുണ്ട് ചാവി കൊടുത്തോ ആ കൊട്ടയിലല്ലേ ആ കൊട്ടയിലുണ്ടാവും തോന്നുന്നാല് എവിടെയും വീണ്ടൊന്നുമില്ലല്ലോ പോയിട്ട് നോക്ക് ചാവിയുടെ കെണിഞ്ഞൂട്ടാ ഉണ്ടാവും അതിന്റെ അടിയിൽ ഞാൻ നേരത്തെ കണ്ടിനി ചാവി കെണിഞ്ഞ പിന്നെ ഇവിടെ ഒരു ആളും ഇല്ല അതൊക്കെ കിട്ടിയാ കൂക്കം വരുമ്പോ വിട്ടോ ഇനിയില്ല സമയങ്ങളിൽ കുറുക്കനല്ല വരലിടാ പക്ഷെ ഇവിടെ നല്ലൊരു രസാട്ടാ അല്ലേ നല്ലൊരു വൈബാണ് പിന്നെ ഇതേപോലെ മാടായിപ്പാറയില് പിന്നെ കുറച്ചും കൂടെ ഇത് പിടിച്ച് മുന്നോട്ട് പോകാണ്ട് ഞാൻ നോക്കുന്നുണ്ട് മാടായിപ്പാറയില് പിന്നെ കുറച്ചും കൂടെ ആൾക്കാരുണ്ടാവും തിരക്കായിരിക്കും പക്ഷെ ഇവിടെ പിന്നെ അങ്ങനെ ആളൊന്നുമില്ല സൈലന്റ് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഡാൻസും കാര്യങ്ങളെല്ലാം പിടിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നതാ നല്ലത് അതെ കിട്ടി നമുക്ക് കുറച്ച് മേതു വേണമെങ്കിൽ അതിൽ നിന്ന് കുളിച്ചിട്ട് തന്നെ പോയിക്കോ മേതോട്ട് എന്നെ കുളിപ്പിക്കണ ആ കുളത്തില് മേതു അച്ഛനും മോളും കുളിച്ചിട്ട് വായു പൊട്ടി പിടിച്ചോളും പിന്നെ ശ്രീനാട്ട് നമ്മളാ ബാറ്റ് കൊടുക്കാൻ പോകുന്നുണ്ടാ അപ്പൊ നമ്മള് ചിലപ്പോ പോണ മണിക്കൂട്ട ഇനി സമയം കിട്ടൂലല്ലോ പിന്നെ മണിക്കൂട്ടൻ പറയുന്നത് പിന്നെ കിച്ചുവിന്റെ ബാറ്റ് ഇന്ന് തന്നെ പോയിട്ട് കൊടുക്കണം ചെക്കനെ എക്സാം ആണ് കിച്ചുവിനെ പോയി കഴിഞ്ഞാ പിന്നെ നിങ്ങൾ അവിടെ പോയി ഇവര് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നരിക്കോട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് കളിക്കും കളിക്കാൻ നിൽക്കും പിന്നെ അവർക്ക് നാളെ എക്സാം ഇവർക്ക് നാളെ സ്കൂൾ പിന്നെ ആദ്യം ഇത് പറ നമ്മ ചിലപ്പോ അങ്ങനെ പോകണമെങ്കിൽ വേഗം പോകുന്ന വഴിക്കാന്ന് ശരിക്കും അപ്പൊ അങ്ങനെ കേറിയിട്ട് ബാറ്റ് താഴെയും കയറണ്ടേ അമ്മേന്റെ അടുത്താ അമ്മേന്റെ അടുത്തേക്ക് ഇന്ന് പോവാൻ പറ്റുമോ പ്രിയെ അതെയാ
ഇന്ന് പോകാൻ പറ്റൂല. ഏതായാലും വെച്ചാൽ സമയമില്ല, അതാണ്. നമുക്ക് നാളെ ഇവർക്ക് സ്കൂളിൽ പോകണ്ടിയല്ലേ, അതെ. അപ്പൊ കുറേ വൈകും. നമുക്ക് സുബീന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ പോയിട്ട് പെട്ടെന്ന് അതിലെ കൂടെ കടന്നപ്പള്ളിയിലേക്ക് വിടാം. ഓക്കെ മേതു. ഓക്കെ. പോയി കഴിഞ്ഞാ പിന്നെ മേതുവിന് അങ്ങനെ ഇറങ്ങുമോന്ന് അറിയില്ല. ഞാൻ നോക്കുന്നുണ്ട്, ശ്രീനാഥിനെ എന്നെയാ നോക്കുന്നത്. അല്ല, ഞാൻ നോക്കുന്ന വെച്ചാൽ നീ ആടെ കല്ല് ഇതെല്ലാം ഉണ്ട്, നീ ഇങ്ങനെ ഈ നമ്മളീ നോക്കി നടക്കുമ്പോ പെട്ടെന്ന് ആടെ ഇടിയും തട്ടി. ഞാൻ നിങ്ങളെ നോക്കുന്നില്ല, ഫോൺ ഇങ്ങനെ പിടിച്ചേ ഇല്ലു. ഞാൻ എന്റെ അല്ലല്ല, അതെന്താ പറയാ, പിന്നെ ഒന്നാമത് ഞാൻ ഒന്നിനെ ചുമലിന്മേൽ കയറ്റിയിട്ടില്ലത്, രണ്ടാമത് ഒന്നിനും എടുക്കാനില്ല ഇല്ല. അല്ല മണിക്കൂട്ടിനെ പിടിക്കണ്ട. മണിക്കൂട്ടിന്റെ അവസ്ഥ നോക്കിയാ മണിക്കൂട്ടിന് എന്തെല്ലാം ചേറ്റി നോക്കും എന്റെ കയ്യിൽ. മണിക്കൂട്ടിനെ എങ്ങനെയോ വലിഞ്ഞു കിടക്കുമെന്ന്. ഇനിയിപ്പൊ നീ എവിടെയെങ്കിലും തട്ടി വീണിട്ടുണ്ടെങ്കിൽ അതും കൂടി എടുക്കാനില്ല ഇതില്ലാന്ന് വെച്ചിട്ടാണ്. പിന്നെ ശരി, നമുക്ക് നടന്നു വന്നാലേ. നന്നായിക്കോട്ടെ.